നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ച കർക്കശവും ആത്മവിശ്വാസപൂർണവുമായ നിലപാട് രാജ്യത്തിന്റെ വിദേശ നയ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു അധ്യായമായി മാറുകയാണ്. പതിറ്റാണ്ടുകളായി വലിയ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ചർച്ചകൾ നടത്തിയിരുന്ന ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യമായി സമത്വം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ത്യയും US തമ്മിലെ വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുകയും വിജയം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് ഭരണകൂടം ആഘോഷിക്കുകയും ചെയ്യുന്നതിനിടെ വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ചത് മുൻപെങ്ങുമില്ലാത്ത വിധം കർക്കശ നിലപാടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇന്ത്യയുടെ വിരട്ടലും വിലപേശലും വേണ്ട എന്നും വേണമെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം തീരും വരെ കാത്തിരിക്കാൻ തയ്യാറാണെന്നും നരേന്ദ്രമോദി ഗവൺമെന്റ് ട്രംപ് ഭരണകൂടത്തെ ചർച്ചകളിൽ അറിയിച്ചു. ട്രംപ് ഏറ്റവും അധികം പകരം തീരുവ ചുമത്തിയ രാജ്യമായിരുന്നു ഇന്ത്യ. വ്യാപാര പ്രതിരോധ മേഖലകൾ ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി സുഹൃത്ത് രാഷ്ട്രമായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നിട്ടും ട്രംപ് ഇന്ത്യയെയാണ് താരിഫ് യുദ്ധത്തിൽ ഏറ്റവും അധികം അലോസരപ്പെടുത്തിയത്. മോദിയും ട്രംപും തമ്മിലെ സൗഹൃദവും ഇതോടെ മോശമായിരുന്നു. താരിഫ് യുദ്ധത്തിൽ മറ്റു പല രാജ്യ നേതാക്കളും വാഷിംഗ്ടണിലെത്തുകയും ട്രംപിനെ കാണുകയും ചെയ്തെങ്കിലും അവരെല്ലാം അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന വ്യാപാര കരാറുകൾക്കാണ് വഴങ്ങിയത്. 50% തീരുവയുണ്ടായിട്ടും ഇന്ത്യ പക്ഷേ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങിയിരുന്നില്ല. റഷ്യൻ എണ്ണയുടെ പേരിൽ പിഴച്ചുങ്കം വന്നിട്ടും ഇന്ത്യ ഇറക്കുമതി തുടർന്നിരുന്നു. ഇന്ത്യയുടെ ക്ഷീര കാർഷിക മേഖലകളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 തീരുവയോടെ കടന്നുകയറാൻ വഴിയൊരുക്കണമെന്ന ആവശ്യത്തിനും ഇന്ത്യ ഇനിയും വഴങ്ങിയിട്ടില്ല. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 0 വ്യക്തമാക്കിയാണ് ട്രംപ് ഇപ്പോൾ വ്യാപാര കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ തീരുവ കുറച്ചതിനെയും കരാർ പ്രഖ്യാപനത്തെയും സ്വാഗതം ചെയ്ത ഇന്ത്യ കരാറിന്റെ വിശദാംശങ്ങളും വ്യവസ്ഥകളും ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. കാർഷിക ക്ഷീരമേഖലകളെ സംരക്ഷിക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനിടെയാണ് വ്യാപാര കരാർ ചർച്ചകളിൽ ഇന്ത്യ കൈക്കൊണ്ടത് കർക്കശ നിലപാടാണെന്ന റിപ്പോർട്ട് ഒരു വിദേശ മാധ്യമം പുറത്തുവിട്ടു. ഇന്ത്യക്ക് പ്രതികൂലമായ കരാറാണെങ്കിൽ അംഗീകരിക്കില്ല എന്നും വേണമെങ്കിൽ ട്രംപ് ഭരണകൂടം അവസാനിക്കും വരെ കാക്കുമെന്ന് കേന്ദ്രത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോടാണ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുവരും തമ്മിലെ ആ കൂടിക്കാഴ്ച നടന്നത്. വ്യാപാര വിഷയത്തിൽ ഇന്ത്യയോട് വിരട്ടലും വിലപേശലും വേണ്ട എന്ന് ഡോവൽ റൂബിയോട് പറഞ്ഞിരുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ട്രംപിനെ പോലെ വ്യാപാരവും തീരുവയും മറ്റും ആയുധമാക്കി വിലപേശുന്ന മുൻകാല US ഭരണാധികാരികളെയും ഇന്ത്യ ശക്തമായി നേരിട്ടിട്ടുണ്ടെന്നും ഡോവൽ ഓർമ്മിപ്പിച്ചതായി റിപ്പോർട്ടിലുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരും ഇന്ത്യക്കെതിരെ പരസ്യമായ വിമർശനങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഡോവൽ കടുത്ത വാക്കുകളോടെ പ്രതികരിച്ചത്. ഭീഷണിയിലൂടെയോ വിലപേശലിലൂടെയോ ഇന്ത്യയെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്ന സന്ദേശം ട്രംപ് ഭരണകൂടത്തിന് തുറന്നറിയിച്ചതിലൂടെ ഇന്ത്യയുടെ സ്വാഭിമാനവും സ്വതന്ത്രതയും ആഗോള വേദിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ആഭ്യന്തര വ്യവസായങ്ങളുടെയും കർഷകരുടെയും ദേശീയ താൽപര്യങ്ങളുടെയും സംരക്ഷണം ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം മോദി ഭരണകൂടത്തെ മുൻകാല സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ആഗോള ശക്തികളോടും സമചിത്തതയോടെ സംസാരിക്കുന്ന ഇന്ത്യയുടെ ഈ പുതുചരിത്രം രാജ്യത്തിന്റെ ഉയർന്നു വരുന്ന സ്ഥാനത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ഈ കർക്കശ നിലപാട് കരാർ വൈകിപ്പിക്കുമായിരുന്നുവെങ്കിലും അത് രാജ്യത്തിന്റെ ദീർഘകാല താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന ധൈര്യമായ തീരുമാനമായിരുന്നു എന്നതിൽ സംശയമില്ല. താൽക്കാലിക നേട്ടങ്ങൾക്കായി ദേശീയ അഭിമാനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ബലിയിടുന്ന കാലം കഴിഞ്ഞുവെന്ന സന്ദേശമാണ് നരേന്ദ്രമോദി ലോകത്തോട് ഇതോടെ നൽകിയത്. ശക്തരോടും തുല്യനിലയിൽ നിന്ന് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഇന്ത്യക്ക് നൽകിയ ഈ നേതൃത്വം രാജ്യത്തെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക വേദിയിൽ ഒരു നിർണായക ശക്തിയായി ഉയർത്തുകയാണ്. മോദിയുടെ നിലപാട് ഇന്ത്യയുടെ ഭാവിയെ കൂടുതൽ സുരക്ഷിതവും സ്വാഭിമാനപൂർണവുമാക്കുന്നുവെന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തും.